വേണ്ടി വന്നാണോ പാമ്പാടിനെ? അതെ അതെ അതെ. എന്തായാലും ലിറ്റർ വെള്ളം കൊടുത്തു കാണും ഇപ്പോൾ ഏകദേശം? ഇപ്പോൾ ഒരു 250 ലിറ്റർ വെള്ളം കൊടുത്തിട്ടുണ്ട്. എത്ര 250 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് അല്ലേ? കഴുകാൻ വേറെ അഡീഷണൽ വന്നു കാണും, 250 വന്നു കാണും അല്ലേ? 500 ലിറ്റർ 3000 മണ്ണാണ് ബാക്കി. വീണ്ടും വാനിക്ക് ആവശ്യപ്പെട്ടിട്ടില്ലേ വെള്ളം കൊണ്ടുവരാൻ? 3 മണിയാകുമ്പോൾ വീണ്ടും കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ? നമസ്കാരം, VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ കഴിഞ്ഞ ദിവസം മണർകാട് ദേവീക്ഷേത്രത്തിൽ എത്തിയ വീഡിയോ പങ്കുവച്ചിരുന്നു. രാജനെ തീറ്റയടിപ്പിച്ചത് ശരിയായില്ല, വെയിലത്ത് നടത്തി തുടങ്ങിയ ഒരുപാട് കമൻറ്റുകൾ പലരും രേഖപ്പെടുത്തിയുണ്ടായി. വിമർശിക്കുവാനുള്ള അവകാശം ആരുടെയും നിഷേധിക്കുന്നില്ല. പാമ്പാടി രാജൻ കാട്ടിൽ കൂപ്പിൽ കൂറ്റൻ തടികൾ പിടിച്ച് വളർന്ന കൊമ്പനാണ്. തനിക്ക് കഴിക്കാനുള്ള പനമ്പട്ട എടുത്തതുകൊണ്ട് രാജന് ഒന്നും സംഭവിക്കില്ല. രാജനെ പൂർണ്ണമായും തണലത്താണ് പാപ്പാന്മാർ നിർത്തിയിരുന്നത്. തീറ്റ 2ാം പാപ്പാനും 3ാം പാപ്പാനും വെട്ടിയിട്ടത് എടുക്കുന്നതിന് വേണ്ടിയാണ് 250 മീറ്റർ ദൂരം രാജനെ നടത്തിയത്. പട്ടയെടുത്തു വന്ന ഉടനെ രാജനെ ലോറിയിൽ ശുദ്ധമായ വെള്ളം വരുത്തി പൂർണ്ണമായും നനച്ച് ആവശ്യത്തിന് കുടിക്കുവാനും നൽകി. വെള്ളം ഉപയോഗിച്ചത് വയറിന് പ്രശ്നമുണ്ടാക്കിയത് മൂലം ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് ശുദ്ധമായ വെള്ളം മാത്രമാണ് ഉടമസ്ഥർ രാജന് നൽകുന്നത്. രാജനെ വെള്ളം എത്തിച്ച് നനയ്ക്കുന്ന ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജൻ്റെ ചികിത്സയ്ക്ക് ശേഷമുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി രാജനെ ഇടയ്ക്കിടെ പാപ്പാന്മാർ നടത്തുന്നുണ്ട്. രാജനെ തളച്ച സ്ഥലത്ത് ഒരാൾ അപ്പൂസ് അപ്പൂസ് എന്ന് നിരന്തരമായി ഒരു ആനപ്രേമി വിളിച്ചപ്പോഴുള്ള രാജൻ്റെ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും കാണുക. പാപ്പാന്മാരായ സതീഷും മനോജും രതീഷും മികച്ച പരിചരണം തന്നെയാണ് ഗജരാജ പ്രജാപതിക്ക് നൽകുന്നത്.
ചേട്ടൻ്റെ പേരെന്നാ? സാബു മതിലിങ്കൽ. ആനയ്ക്കിപ്പം വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നാണോ പാമ്പാട്ടിനെ? അതെ അതെ അതെ. എന്തേലും ലിറ്റർ വെള്ളം കൊടുത്തു കാണും ഇപ്പോൾ ഏകദേശം? ഇപ്പോൾ ഒരു 250 ലിറ്റർ വെള്ളം കൊടുത്തിട്ടുണ്ട്. എത്ര? 250 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് അല്ലേ? കഴുകാൻ വേറെ അഡീഷണൽ വന്നു കാണും, 250 വന്നു കാണും അല്ലേ? 500 ലിറ്റർ. 3000 മണ്ണാണ് ബാക്കിയുള്ള പള്ളിക്ക്. വീണ്ടും ആനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടില്ലേ വെള്ളം കൊണ്ടുവരാൻ? കൊടുക്കണം 3 മണിയാകുമ്പോൾ. 3 മണിയാകുമ്പോൾ വീണ്ടും കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ? മറ്റാനകൾ പറഞ്ഞിട്ടുണ്ടോ? മറ്റാനല്ല. അന്നേരം പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞ് സ്വീകരണം അല്ല, ഉച്ച കഴിഞ്ഞുണ്ടല്ലോ എഴുന്നേൽപ്പിന് അന്നേരം വെള്ളം ആയിക്കൊണ്ട് നമ്മൾ റെഡി ആയിട്ട് അവിടെ നിൽക്കുക. ഓക്കെ ഓക്കെ. ആവശ്യമുള്ളവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെ നമുക്ക് 10,000 ലിറ്റർ വെള്ളം സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ. സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വെള്ളം. ഇപ്പോൾ ഈ വെള്ളം നീ പോയി ഉടനെ പോയിട്ട് വരിക. ആനകൾക്ക് വലിയൊരു ആശ്വാസമാണല്ലോ ഇങ്ങനെ വണ്ടിയെ കൊണ്ടുവന്ന് വെള്ളം കുടിക്കാന്നുള്ളത്. നല്ല ഐസ് പോലത്തെ സാധനമാണ് ഈ വെള്ളം എടുക്കുന്ന കിണർ കണ്ടു കഴിഞ്ഞാലല്ലോ. അത് പാറയ്ക്കകത്തിനാണ് വെള്ളം എടുക്കുന്നത്. നല്ല തണുപ്പാണ്. ശരി ശരി. അതാണ് അതിൻ്റെ വെള്ളത്തിനകത്ത് മറ്റുള്ള മായങ്ങളൊന്നുമില്ല. ഓക്കെ ശരി. ഏവർക്കും സ്വാഗതമാണ് കിണർ കാണാനായിട്ട്. പാറമടയുടെ കിണറല്ലേ? പാറമടയല്ല, നമ്മൾ കുത്തിക്കുന്നപ്പോഴത്തേന് പാറയാണ്. 1300 തോട്ട വെടിവെച്ചതിനകത്ത് തിരിക്കുന്നതാണ്. അപ്പൊ ഇവര് നല്ല വെള്ളം വേണമെന്ന് തന്നെ ആവശ്യപ്പെട്ടല്ലോ. അതെ, നമുക്ക് റെക്കോർഡിക്കായിട്ട് എല്ലാ പേപ്പറുകളും ഉള്ളതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതിപ്പോൾ അമ്പലത്തിലെ കമ്പനിക്കാർക്ക് അറിയാം. ശരി ശരി. നമ്മളിപ്പോൾ വെള്ളം കൊടുക്കുന്ന 2-3 അമ്പലങ്ങളുണ്ട്. ഈ അരിപ്പുറം അമ്പലം, പിന്നെ അമ്മേനൂർ അമ്പലം, തിരുവഞ്ചൂർ നെരിമറ്റ അമ്പലം, ഈ കാമ്പടി അമ്പലം. ചേട്ടൻ്റെ വീട് എവിടെയാ ശരിക്കും? അരിപ്പറമ്പ്. ഓക്കെ ഓക്കെ. 26 വർഷമായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ടോ? കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. എല്ലാവർക്കും അറിയാം, ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം നമ്മുടെ വെള്ളത്തെ പറ്റി. ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. പാമ്പാടി സുന്ദരൻ്റെ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.